പണ്ടത്തെ ഷാഫിക്കയും ഇപ്പോഴത്തെ ഷാഫിക്കയും നമ്മൾ നല്ല ഡിഫറൻസ് ഉണ്ടാവും അല്ലേ? ആ ഒരു ഡിഫറൻസിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി പറയാൻ പറ്റുമോ? എന്ത് ചേഞ്ച് ആണ് വന്നത്, അല്ലെങ്കിൽ പണ്ടത്തെ ഞാൻ ഇങ്ങനെയല്ല, ആ ഒരു ഡിഫറൻസ് പറഞ്ഞാൽ മതി. പ്രായം കൂടി, പിന്നെ എന്താ പറയുക, കുറേ തിരിച്ചറിവുകളുണ്ടാവും ഓരോ പ്രായത്തിലും. അപ്പം നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയ്ക്കനുസരിച്ചിട്ടാണ് നമുക്ക് അറിവ് വേണ്ടത്. അപ്പോൾ എൻ്റെ മേഖലയെക്കുറിച്ച് ഞാൻ കൂടുതൽ കുറച്ചും കൂടെ പിന്നെ ബോധവാനാവും. നമുക്ക് പിന്നാലെ വരുന്ന ആളുകളെക്കുറിച്ച് പിന്നെ ഒന്ന് ദീർഘവീക്ഷണത്തോടു കൂടി നോക്കും. ആ ഒരു ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ? ആ ഒരു പഴയ കാലം? ഒരിക്കലും ഇല്ല. കാരണം ഞാൻ എൻ്റെ കാലത്തെ പരമാവധി എൻജോയ് ചെയ്തൊരു മനുഷ്യനാണ്. പിന്നെ നമുക്കങ്ങനെ ഇന്ന സമയം മാത്രം നമ്മളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളുമല്ല ഞാൻ. നമ്മൾ അവസരം കിട്ടിയിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പിൽക്കാലത്ത് നമുക്കത് യൂസ്ഫുള്ളാണ്. എന്താ പറയുക, പണ്ടാരോ പറഞ്ഞ പോലെ നമ്മൾ വിതയ്ക്കുന്ന വിത്തുകൾ നല്ലതായി കഴിഞ്ഞാൽ ഭാവിയിൽ അതിൻ്റെ തണലിൽ നമുക്ക് പോയി നിൽക്കാൻ പറ്റും. അങ്ങനെ ഒരു അനുഭൂതിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആൽബം മീഡിയയിൽ തുടക്കം മുതൽ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളെ കൂടെ നിൽക്കാൻ പറ്റിയെന്നുള്ളതാണ് ഞാൻ ചെയ്ത ഭാഗ്യം. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് എന്തോ ഉണ്ടാക്കിയതല്ല. ഒരു കാര്യവും ഒറ്റയ്ക്കൊരാളാൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പാട്ടിൻ്റെ കാര്യമൊക്കെ പ്രത്യേകിച്ചും. നല്ല ടഫ് ആയിരുന്നോ ഈ ജേർണി, അതോ നല്ല സ്മൂത്ത് ആയിട്ടായിരുന്നോ? നല്ല ഹാർഡ് വർക്ക്? അത് നമ്മൾ കൈകാര്യം ചെയ്യുന്നതിനനുസരിച്ചും നമ്മുടെ തിരിച്ചറിവനുസരിച്ചും നമ്മുടെ ലക്ഷ്യങ്ങൾ അനുസരിച്ചിരിക്കും. നമ്മുടെ നിയത്ത് നന്നായാൽ, ലക്ഷ്യം നന്നായാൽ ഉറപ്പായിട്ടും മാർഗം വളരെ സ്മൂത്ത് ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഉണ്ട്. കഠിനമായ കുറേ സംഭവങ്ങളിലൂടെ കടന്നു വരേണ്ട വന്നിട്ടുണ്ട്, ഈസി ആയിട്ട് പോയ സന്ദർഭങ്ങളുണ്ട്. പിന്നീട് കുറേ കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ തിരിച്ചറിവിൽ നിന്നും ഓരോ അനുഭവങ്ങളിൽ നിന്നും നല്ല നല്ല അറിവ് കിട്ടും. നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെക്കാളും മികച്ച ആളുകളാണെന്ന് മനസ്സിലാക്കുകയും അവരെ റെസ്പെക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന കുറേ എക്സ്പീരിയൻസ് നമ്മളെ നല്ലൊരു അധ്വാനിക്കുന്ന ഒരു ആർട്ടിസ്റ്റായി മാറ്റും. എൻ്റെ മേഖലയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഞാൻ പലരുടെയും ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കേട്ടും കണ്ടും പഠിച്ചും പിന്നെ വരുന്ന ഞാൻ കൊടുക്കാൻ എൻ്റെ അടുത്തൊന്നുമില്ല, നമ്മളെല്ലായിടത്തും വാങ്ങുക. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നീട് വന്നിട്ടുള്ള കഠിനാനുഭവങ്ങളൊക്കെ ഈസി ആയിട്ട് കടന്നു പോകാൻ കഴിഞ്ഞത് ആദ്യത്തെ അത്ര കഠിനമാണെന്ന് തോന്നാതിരുന്നത് എക്സ്പീരിയൻസ് നമ്മളെ കുറച്ചും കൂടെ വാർത്തെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് CD-യിലും MP3-യിലും ചാനൽസിലും ഒക്കെ നമ്മൾ അങ്ങനെ നമ്മളെ ലോക്കൽ ചാനലിൻ്റെ അകത്തൊക്കെ നിൽക്കാൻ കഴിഞ്ഞത് പിന്നീട് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടം വന്നപ്പോൾ ഒരു 4-5 കൊല്ലം മുമ്പ് യൂട്യൂബ് അത് ഇതൊക്കെ വന്നതിന് ശേഷം കുറച്ചും കൂടെ ഇൻസ്റ്റ അത് ഇതൊക്കെ വന്നപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു നമ്മളെ പാട്ടുകളൊക്കെ ഈ സമയത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ നന്നായിരുന്നത്. പക്ഷേ ഓഡിയൻസ് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ കാലവും അതിനെ ഇപ്പോഴും കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ അതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു പണി കൊടുത്തില്ല, അവരായിട്ട് അത് അങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതൊരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു.